നമ്മളിപ്പോൾ നിൽക്കുന്നത് ജാലിയൻ വാലാബാഗിൻ്റെ അകത്താണ്. അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരിക്കുന്ന 13 ഏപ്രിൽ 1919 ഒരു ആക്ട് ഉണ്ടാക്കി, ഒരു റൗലറ്റ് ആക്ട്. ഈ ആക്ടിനെതിരായിട്ട് കുറേ ആളുകൾ ഇവർ അറസ്റ്റ് ചെയ്ത് പ്രക്ഷോഭം നടത്തിയപ്പോൾ അവരെ കുറേ പേരെ അറസ്റ്റ് ചെയ്തു ബ്രിട്ടീഷുകാർ. അപ്പോൾ അങ്ങനെ ആ അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നും ഈ ആക്ടിനെതിരായിട്ട് വലിയൊരു സമ്മേളനം കൂടി. ഒരു 7 ഏക്കർ ഏരിയ ഉള്ള ഒരു സ്ഥലമാണ്, 7 ഏക്കറുണ്ട് ഏകദേശം. അപ്പോൾ അവിടെ ചുറ്റും 3 സൈഡും ഭിത്തിയും, ഒരു സൈഡ് മാത്രമാണ് ഇതായിട്ടുള്ളൂ, ഗേറ്റ് ആയിട്ടുള്ളൂ. ഇവർ ഇതിനകത്ത് പ്രക്ഷോഭം നടത്തേണ്ടിയിരിക്കുമ്പോൾ ഏകദേശം ഈ ആളുകളെല്ലാവരും അവർ വെടിവെക്കാൻ വേണ്ടി ഒരു ആക്ട് ഉണ്ടാക്കി. അതായത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ലാതെ അവരെ വെടിവെച്ച് കൊല്ലാമെന്നുള്ള നിയമമാണ് റൗലറ്റ് ആക്ട്. അപ്പോൾ അങ്ങനെ ആ ആക്ടിൻ്റെ മുകളിലാണ് ഇവിടെ കൂടി അവർ വെടിവെക്കാൻ വേണ്ടി ഉയർന്നത്. അപ്പോൾ ഇവർ മെയിൻ ഗേറ്റ് അടച്ചു. അങ്ങനെ എല്ലാവരും ഇതിനകത്തായിപ്പോയി. അപ്പോൾ ബാക്കി 3 സൈഡിൽ നിന്നിട്ട് ഇവർ വെടിവെച്ചു. കുറേ പേര് മരിച്ചു. 1500-2000 പേര് അടക്കം മരിച്ചു. 10,500 പേരുടെ മുകളിൽ ആളുകൾക്ക് കൈയും കാലും ഇതൊക്കെ നഷ്ടപ്പെട്ടു. വളരെയധികം ഇഞ്ചുറി ആയി. അപ്പോൾ അന്നേരം ഇതിനകത്ത് ശരിക്കും ഗാന്ധിജി അന്ന് പങ്കെടുക്കേണ്ട ഒരു സമയമായി. ആ സമയത്ത് ഗാന്ധിജിക്ക് എന്തോ അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി അതിനകത്തൊരു കിണറുണ്ടായിരുന്നു, വലിയൊരു കിണറാണ്. ആ കിണറിനകത്തേക്ക് ചാടുന്ന ഭാഗങ്ങളും ആ കിണറും അതിലേക്ക് ചാടി കുറേ ആളുകൾ അതിനകത്ത് മരിച്ചു. അങ്ങനെ ഒരു സംഭവം നടന്ന ഒരു ഏരിയയാണ്, വലിയൊരു സംഭവം നടന്ന ഒരു ഏരിയ ആയിട്ട് ഇന്നും അത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മറ്റേ ജാലിയൻ വാലാബാഗിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. കൂടുതലായിട്ട് നമ്മളുള്ള അറിവ് വെച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഇത് സൈഡിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ മ്യൂസിയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് അന്ന് വെടി കൊണ്ട് ചില ഏരിയകളൊക്കെ ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കുറേ ഒരു ചെറിയ ചെറിയ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ ഒക്കെ വെടി കൊണ്ട് കയറിയ ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. ഇവിടെ എന്താ ഇപ്പം നമ്മൾ കാണിക്കാൻ പോണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മാർബിളിൽ കുത്തി ഇവർ അവരുടെ ഇതില്ലേ സ്മാരകങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ. അതാണ് ഇപ്പം നമ്മൾ കാണിക്കാൻ പോണത്. കുറേ സ്മാരകങ്ങൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്, കണ്ട. അതിൽ നമ്മുടെ പഴയ ഈ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കുറേ ലാലാ ലജ്പത് റായ്, അതുപോലെ ഉത്തം സിംഗ്, അങ്ങനെ കുറേ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞിരിക്കുന്ന ആപ്തവാക്യങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കുത്തിവെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഒരു സൈഡിൽ ഹിന്ദി, ഒരു സൈഡിലും ഇംഗ്ലീഷ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പാകത്തിന്. ഭായ് ഭഗവാൻ സിംഗ്, ഉത്തം സിംഗ്, അതുപോലെ എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അടുത്തതിൽ കാണിക്കാം കേട്ടോ.